മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിൽ വീണയ്ക്ക് ആശ്വാസം. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. KR സാജു, എന്തൊക്കെയാണ് ഇന്ന് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസുമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയായിരുന്നു അവിടുത്തെ വാദങ്ങൾ? ഫർഷ, ഏറ്റവും അവസാനം വീണ വിജയൻ ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്ന പരാമർശങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഹർജി വിധി പറയുന്നതുവരെയും തുടർ നടപടികളിൽ കടുത്ത നടപടികൾ പാടില്ല എന്ന നിർദ്ദേശമാണ് SFIOയ്ക്ക് കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം SFIO ആവശ്യപ്പെട്ട എല്ലാ രേഖകളും എക്സാലോജിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ എക്സാലോജിക്കിനായി ഹാജരായത് അഡ്വക്കേറ്റ് അരവിന്ദ് ദത്താർ ആയിരുന്നു. SFIOയ്ക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും ഹാജരായി. പ്രധാനമായും എക്സാലോജിക്ക് ഉന്നയിച്ച വാദം ഇതൊരു സീരിയസ് ഫ്രോഡ് അല്ല എന്ന വാദം അവർ ഉന്നയിച്ചു. SFIO അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന വാദമാണ് എക്സാലോജിക് സൊല്യൂഷൻ ലിമിറ്റഡ് മുന്നോട്ട് വെച്ചത്. കമ്പനി നിയമപ്രകാരം കമ്പനി രജിസ്ട്രാറിന്റെ അന്വേഷണം എക്സാലോജിക്കിനെതിരെ നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ SFIO അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന വാദമായിരുന്നു എക്സാലോജിക്കിന് വേണ്ടി അരവിന്ദ് ദത്താർ മുന്നോട്ട് വെച്ചത്. ഇതിനിടയിൽ കോടതി ആ അന്വേഷണം എന്തായി എന്ന് SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ചോദിക്കുന്നുണ്ട്. ജനുവരി 30 കമ്പനി രജിസ്ട്രാർ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി എന്ന വിവരം അപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് ഏജൻസികൾ ഒരേ കേസ് അന്വേഷിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു എക്സാലോജിക്ക് ചെയ്തത്. SFIOയുടെ അന്വേഷണത്തിന് മുമ്പ് തന്നെ രജിസ്ട്രാറിന്റെ അന്വേഷണം ആരംഭിച്ച കാര്യം അടക്കം അവർ ചൂണ്ടിക്കാണിച്ച് മാത്രമല്ല അസാധാരണ സ്വഭാവമുള്ള കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ SFIO അന്വേഷിക്കാറുള്ളത് എന്ന വാദം എക്സാലോജിക്ക് മുന്നോട്ട് വെച്ചു. ഇതോടൊപ്പം തന്നെ 1.72 കോടി രൂപയുടെ ഇടപാടിലാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും സഹാറ പോലുള്ള കോടികളുടെ ഇടപാടുള്ള കേസിലാണ് സാധാരണഗതിയിൽ SFIO അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഈ കേസിൽ അസാധാരണമായ സാഹചര്യം ഇല്ല എന്ന് വാദിക്കാനായി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദം അതായിരുന്നു. എന്നാൽ SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കമ്മത്തിന്റെ വാദം എക്സാലോജിക്കിന്റെ ഈ ഹർജി പൂർണ്ണമായും തള്ളണമെന്നായിരുന്നു. ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള രേഖകൾ ലഭിച്ചു. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി 135 കോടിയാണ് CMRL നൽകിയിരിക്കുന്നത്. ഇതിൽ 1.72 കോടി രൂപയ്ക്ക് ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്കിന് നൽകിയിരിക്കുന്നതെന്ന് തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടി കോടതിയെ SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു. സുതാര്യമല്ലാത്ത ചില ഇടപാടുകൾ CMRLൽ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഹർജിക്കാരന് ചൂണ്ടിക്കാണിക്കാം. അന്വേഷണം തുടരട്ടെ. ഈ ഘട്ടത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ല. ഹർജി തള്ളണം. ഇതുവരെയുള്ള അന്വേഷണവും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കമ്മത്ത് ചൂണ്ടിക്കാട്ടി. അപ്പോൾ കോടതി നിങ്ങൾ അറസ്റ്റിലേക്ക് കടക്കാൻ ആലോചിക്കുന്നുണ്ടോ എന്നായിരുന്നു SFIO അഭിഭാഷകനോട് ചോദിച്ചത്. അപ്പോൾ SFIO അഭിഭാഷകൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്ക് വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെ സെക്ഷൻ 212 എന്നത് UAPA പോലുള്ള ഒരു നിയമമാണ്. അതിൽ ജാമ്യം പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഒരു സോഫ്റ്റ്വെയർ കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകുന്ന സേവനങ്ങളിൽ പൊതുജന താല്പര്യം ഉൾപ്പെടുത്താൻ കഴിയില്ല തുടങ്ങിയ വാദങ്ങളും ഇതിനിടയിൽ എക്സാലോജിക്കിന് വേണ്ടി അഡ്വക്കേറ്റ് അരവിന്ദ് ദത്താർ ഉന്നയിക്കുകയും ചെയ്തു. ഇതെല്ലാം പരിഹരിച്ച ശേഷമാണ് കോടതി ഏതാണ്ട് 1 മണിക്കൂറോളം എക്സാലോജിക്കിന്റെ വാദങ്ങൾ കോടതിയിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ നിരത്തുകയും ചെയ്തു. ഇതിന് SFIO അഭിഭാഷകന്റെ ഈ വിശദീകരണങ്ങൾക്ക് ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. അപ്പോഴാണ് SFIO ആവശ്യപ്പെട്ട രേഖകളെല്ലാം, അതായത് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും എക്സാലോജിക്ക് നൽകാൻ തയ്യാറാവണം എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. സാജു, അതായത് SFI അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇവിടെ കേരളത്തിൽ അതായത് ആലുവയിലെ CMRLലും ഒപ്പം തന്നെ KSIDCയിൽ ഉൾപ്പെടെ SFIO പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് വീണ വിജയൻ ഒരു നോട്ടീസ് നൽകുമോ, വീണ വിജയന്റെ മൊഴിയെടുക്കുമോ എന്നുള്ള ഒരു തരത്തിലൊക്കെ അത്തരത്തിലൊരു സാഹചര്യങ്ങൾ വന്ന സമയത്താണ് വീണ ഈ SFIO അന്വേഷണത്തിനെതിരെ ഒരു ഹർജി കർണാടക ഹൈക്കോടതിയിൽ നൽകുന്ന ഒരു സാഹചര്യം വന്നത്. ഇപ്പോൾ വീണ വിജയൻ ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കോടതി രേഖകൾ ഹാജരാക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് എന്തെങ്കിലും എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നോ? ഈ രേഖകൾ എപ്പോൾ ഹാജരാക്കും, ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടോ സാജു?
പാരിഷ, കോടതി നടപടികൾ അവസാനിച്ചിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ സമയമായിട്ടുള്ളൂ. അതിനുള്ളിൽ അത്തരത്തിലൊരു വിശദീകരണം ഏതായാലും ലഭ്യമാകാൻ കഴിയില്ല. കാരണം രേഖകൾ ഹാജരാക്കണമെന്ന നോട്ടീസ് ഇപ്പോൾ തന്നെ എക്സാലോജിക്കിന് SFIO നൽകിയിട്ടുള്ളതാണ്. അത് അതിന്റെ സമയക്രമത്തിൽ അവർക്ക് ഹാജരാക്കിയാൽ മതിയാകും എന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴുള്ള വിധിയുടെ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ പരാമർശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SFIO അന്വേഷണത്തിൽ കടുത്ത നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കരുത്, എക്സാലോജിക്കിന്റെ ഹർജിയിൽ വിധി പറയുന്നത് വരെ എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തീരുമാനവും എടുത്തിട്ടില്ല. കടുത്ത നടപടി പാടില്ല എന്ന് പറഞ്ഞ കോടതി തന്നെ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം SFIOയ്ക്ക് എക്സാലോജിക്ക് നൽകണം എന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അറസ്റ്റിലേക്ക് പോകുമെന്ന് SFIO പറയാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാൻ പാടില്ല എന്ന നിലയിൽ കോടതി പറയാതിരുന്നത്. പക്ഷെ ഉത്തരവ് പറയും വരെ കടുത്ത നടപടി പാടില്ല എന്ന വാചകത്തിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായ വാദങ്ങൾ ഇരുപക്ഷവും വെച്ചു. ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് SFIO കോടതിയിൽ അവകാശപ്പെടുന്നുണ്ട്. ഒരു സേവനവും നൽകാതെയാണ് 1.72 കോടിയുടെ CMRL എക്സാലോജിക്കിന് നൽകിയത് എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നു. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അടക്കം CMRL പണം നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ ചില ദുരൂഹതകളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് SFIO അന്വേഷണത്തിന്റെ കാര്യത്തിൽ പരിശോധിക്കുന്നത് എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിയമവിരുദ്ധമാണ് എന്ന എക്സാലോജിക്കിന്റെ വാദങ്ങളെ പൂർണ്ണമായും SFIOയുടെ അഭിഭാഷകൻ കോടതിയിൽ നിരാകരിക്കുന്നുണ്ട്. നടപടിക്രമങ്ങളിൽ യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന വാദം ഉന്നയിക്കുകയും അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണം പൂർണ്ണമായും റദ്ദ് ചെയ്യണം എന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ തന്നെ എക്സാലോജിക് മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ അവർ ഇന്നും കോടതിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇതൊരു സീരിയസ് ഫ്രോഡല്ല എന്ന പരാമർശത്തോടു കൂടി തന്നെ SFIO അന്വേഷണം അനിവാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അസാധാരണമായ സാഹചര്യത്തിൽ കോടികളുടെ വെട്ടിപ്പ് നടക്കുന്ന ശരി സാജു, എന്തായാലും എക്സാലോജിക്കിനെതിരായ SFI അന്വേഷണത്തിൽ വീണ വിജയൻ ഇപ്പോൾ താത്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഹർജിയിൽ വിധി പറയും വരെ കടുത്ത നടപടി പാടില്ല എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ SFIO ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ വേണ്ടിയിട്ട് എക്സാലോജിക്കിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു KR സാജു.